ഹലോ ഗൈസ്, ഞങ്ങളിത് 9th വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ. അപ്പോൾ കണ്ണേട്ട് പറഞ്ഞു നമുക്ക് രാത്രി എന്തായാലും കണ്ണേൻ്റെ ഫ്രണ്ടിനെ വിളിക്കാമെന്ന് പറഞ്ഞു. അവർ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ശരി നമുക്ക് മന്തി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ചിക്കനൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഴുകി വാരി വെച്ച ചിക്കനിലേക്ക് ഒരു 2 ടീസ്പൂൺ കുരുമുളക് പൗഡറും പിന്നെ മാഗി ക്യൂബ് എന്ന് പറയുന്ന മാഗി ക്യൂബ് 2 മാഗി ക്യൂബും കൂടി ഇടുക. പിന്നെ അതിലേക്ക് ജീരകം പൊടിച്ചത്, ഒരു പിടി ജീരകം പൊടിച്ചതും ഇടാം. പിന്നെ ക്യാപ്സിക്കം, ഒരു ക്യാപ്സിക്കം മുഴുവനായിട്ട് അത് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ പുതിനയില, മല്ലിയില, പിന്നെ സൺഫ്ലവർ ഓയിലിൻ്റെ ഒരു അരപ്പാത്രം സൺഫ്ലവർ ഓയിൽ, അതുകൂടി ഇഞ്ചിയിലെ വെളുത്തുള്ളിയാണ് കേട്ടോ. വെളുത്തുള്ളി നന്നായിട്ട് ഇടിച്ചത് അതുകൂടി ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ച് 1 മണിക്കൂറോളം മാഗ്നേറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. അത് നിർബന്ധമാണ്, 1 മണിക്കൂറോളം തന്നെ വെക്കണം, എന്നാലേ അതിൻ്റെ ആ ടേസ്റ്റ് ആ ചിക്കനിലേക്ക് പിടിക്കുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് റൈസ് എടുക്കാം കേട്ടോ. റൈസ് ഞാനൊരു 7 ഗ്ലാസ് റൈസാണ് എടുത്തേക്കുന്നത്. ഇത് സെല്ല ഗോൾഡ് എന്ന് പറഞ്ഞ റൈസാണ് കേട്ടോ. ഇത് മന്തി ഉണ്ടാക്കുന്ന റൈസ് എന്ന് പറഞ്ഞിട്ട് തന്നെ മേടിക്കാം. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ മന്തി മസാലയും കിട്ടും. ആ മസാല ഒരു 2 ടീസ്പൂൺ കൂടി ഇട്ടിട്ട് നന്നായിട്ട് നമ്മളത് തിരുമ്മിക്കൂട്ടി വെക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ വറുത്തെടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇത് സ്റ്റൗ കത്തിച്ച് പാൻ വെച്ചിട്ട് ഓരോ കഷ്ണങ്ങളാക്കി വലിയ വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഓരോന്നായിട്ട് ഇട്ട് നമുക്കത് വറുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് വറുത്തെടുത്ത് കോരിയെടുക്കണം കേട്ടോ. അപ്പോൾ അതിലേക്ക് സൺഫ്ലവർ വേറെ ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ തന്നെ നമ്മൾ അത്യാവശ്യം ഓയിൽ ഒഴിച്ചേക്കുന്നുണ്ട്, അത് ഇറങ്ങി വന്നോളും. അതിലേക്ക് ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിക്കാം. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് റൈസ് വേവിച്ചെടുത്താലോ. അതിന് വേണ്ടിയിട്ട് ഒരു വലിയ ടവറയിൽ ആവശ്യത്തിലധികം വെള്ളം വെച്ചിട്ട് നമുക്ക് 2 ചെറുനാരങ്ങ, ഉണങ്ങിയ ചെറുനാരങ്ങ, കറുകല, പെരുംജീരകം, കുരുമുളക്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം ഇട്ട് നന്നായിട്ട് ഇളക്കി നോക്കാം. 2-3 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടിയും അതിൽ മിക്സ് ചെയ്യാം. വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് കഴുകി വാരി വെച്ചിട്ടുള്ള റൈസ് നമുക്കതിലേക്ക് തട്ടാട്ടോ. നന്നായി തിളച്ച് വരുമ്പോൾ നമുക്കത് കോരി മാറ്റാം കേട്ടോ. അത്രയും വേവും മതി. നന്നായി വെന്തിട്ടുണ്ടായിരിക്കും കേട്ടോ ചോറ്. അതിന് ശേഷം നമ്മൾ ദമ്മിടാൻ ഏത് പാത്രത്തിലാണ് വിചാരിക്കുന്നത് ആ പാത്രത്തിൽ അടിയിൽ കുറച്ച് മറ്റേൻ്റെ ഗ്രേവി ഉണ്ടല്ലോ, ചിക്കൻ ആദ്യം ആക്കി വെച്ചതിൻ്റെ ഗ്രേവി അതും കൂടി ഇടുക. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് ചിക്കൻ വറുത്തതിടുക, കുറേശ്ശെ ചോറിടുക. അങ്ങനെ ലെയറാക്കിയിട്ട് നമ്മൾ ദമ്മിട്ട് വയ്ക്കുക കേട്ടോ. അതിൻ്റെ മുകളിൽ ഒരു ഭംഗിക്ക് ഇങ്ങനെ മുളകൊക്കെ കണ്ണടം കുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഞങ്ങളുടെ ഗസ്റ്റ് എത്തി. ഗസ്റ്റ് ഞങ്ങൾക്കൊരു ഗിഫ്റ്റ് ആയിട്ടാണ് അവർ വന്നത്. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല അവരങ്ങനെ ഒരു ഗിഫ്റ്റ് കൊണ്ട് തരുന്നില്ല. അടിപൊളി ഒരു ഫോട്ടോ ഫ്രെയിം ആയിരുന്നു. ഒക്കെ വേഗം വന്ന് ദമ്മൊക്കെ പൊട്ടിച്ചിട്ട് അതൊന്നും ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് ഇതേ എല്ലാവരും പ്ലേറ്റിലാക്കി അത് കഴിച്ചൊക്കെ നോക്കിയപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായി. മയോണൈസൊക്കെ അതിൻ്റെ ഇടയിൽ ഉണ്ടാക്കിയിട്ടാണ് വന്നിട്ട് അതൊക്കെ കഴിച്ചു നോക്കിയപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. വീഡിയോ കാണാൻ എല്ലാവർക്കും ഒരു ചമ്മലായിരുന്നു. എന്നാലും ഇത് കഴിച്ചു എല്ലാവർക്കും നല്ല ഇഷ്ടമായി. അങ്ങനെ അവരും ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവർ രാത്രിയായപ്പോൾ അവർ പോയിട്ടോ. അത്രയുള്ള കുഞ്ഞു വീഡിയോ. ടാറ്റാ, ബൈ ബൈ.